19 ജനുവരി 2016 നടത്തിയ ഗ്രേഡ് 1 സിവിൽ PWD ഇറിഗേഷൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2016. First question: concurrent forces are those forces whose line of action option A meet at one point, option B lie on the same line, option C meet on the same plane, option D none of these. Meet at one point ആണ് concurrent forces എന്ന് വിളിക്കുന്നത്. Question number 2: the angles between two forces when the resultant maximum and minimum respectively are. രണ്ട് ഫോഴ്സസിന്റെ മാക്സിമം കിട്ടാതെ ഒരേ ലൈനിൽ ആക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഇവിടെ 2F ആവുക. ഒരേ ലൈനിൽ ആക്ട് ചെയ്യുന്ന പറഞ്ഞാൽ ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് 0 ഡിഗ്രി ആൻഡ് മിനിമം ആവുന്നത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുമ്പോഴാണ്. 180 ഡിഗ്രിയാണ് അവർ തമ്മിലുള്ള ആംഗിൾ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. Maximum when angle is 0 degree and minimum when angle is 180 degree. Question number 3: when the spring of a watch is wound, it will possess option A strain, option B kinetic energy, option C heat energy, option D electrical energy. The correct answer is option A strain. The spring of the watch will strain if it is wound. Question number 4: the moment of inertia of a rectangular section 3 cm wide and 4 cm deep about x axis is. About x axis moment of inertia. It is BD cube by 12 into 4 cube by 12. So 3 and 4 cancels 12, then 4 square remains. 4 square is 16 cm to the power 4. So option C is the correct answer. Question number 5: which of the following is not an integral part of computer? A CPU, B mouse, C monitor, D UPS. UPS നമ്മൾ എക്സ്ട്രാ പവർ എന്ന് വെച്ചാൽ പവർ ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം പവർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ബാക്കിയെല്ലാം കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റഗ്രൽ പാർട്സ് ആണ്. UPS ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. Question number 6: the total motion possessed by a body is called. Option A impulsive force, option B mass, option C weight, option D momentum. Momentum ആണ് the total motion possessed by a body. Question number 7: the timber whose thickness is less than 5 cm and the width exceeds 12 cm is called A. Option A board, option B plank, option C batten, option D log. അതിൽ ബാറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും ലെസ് ദാൻ 50 mm അല്ലെങ്കിൽ 5 cm ആവുന്നതാണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ബാറ്റൺ കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലാങ്ക് ആണ്. പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് മാത്രം ഗ്രേറ്റർ ദാൻ 50 ആവുമ്പോഴാണ്. ഈ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 120 ആണെങ്കിൽ അല്ലെങ്കിൽ 150 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ബോർഡ് എന്ന് വിളിക്കുക. അപ്പം ഇവിടെ തിക്നെസ്, വിഡ്ത്ത് എല്ലാ ക്രോസ് സെക്ഷൻസും ലെസ് ദാൻ 50 ആണെങ്കിൽ അത് ബാറ്റൺ ആണ്. വിഡ്ത്ത് മാത്രം ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ അത് പ്ലാങ്ക് ആണ്. ബാക്കിയെല്ലാം ലെസ് ദാൻ 50 തന്നെ, 5 cm തന്നെ. ബോർഡ് ആണെങ്കിൽ വിഡ്ത്ത് മാത്രം ഗ്രേറ്റർ ദാൻ 120 mm അല്ലെങ്കിൽ 12 cm. അതിനെയാണ് ബോർഡ് എന്ന് വിളിക്കുന്നത്. ഇനി ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരം വെട്ടിയിട്ട് ആ മരത്തിൻ്റെ ഒറ്റ തടി മാത്രമാക്കി എടുക്കുമല്ലോ, ബാക്കി എല്ലാ ശാഖകളെല്ലാം കട്ട് ചെയ്തിട്ട്, അതിനെയാണ് ലോഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ ടിമ്പർ ഹൂസ് തിക്നെസ് ഈസ് ലെസ് ദാൻ 5 cm and the width exceeds 12 cm is called board. Question number 8: a fine aggregate is one whose particle size are of a fine aggregate is one whose particle are of size option A 4.75 mm, option B below 4.75 mm, option C 6.75 mm, option D above 6.75 mm. A fine aggregate is one whose particle size are below 4.5 mm ആണ് കറക്റ്റ് ആൻസർ. ഗ്രേറ്റർ ദാൻ 4.75 mm ആണെങ്കിൽ അത് കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. 4.75 mm കുറവാണെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ലെസ് ദാൻ 75 മൈക്രോൺ ആണെങ്കിൽ അത് സിൽറ്റ് ആണ്. ലെസ് ദാൻ 2 മൈക്രോൺ ആണെങ്കിൽ അത് ക്ലേ ആണ്. Question number 9: seasoning of timber is done to make it option A to make it waterproofing, option B to paint its surfaces, option C to heat it, option D to remove water. Correct answer is seasoning of timber is done to remove water.
അവിടെ വാട്ടർ പെർസെൻറ്റേജ് 12% ആയിട്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. ഓപ്ഷൻ എ 5 hours, ഓപ്ഷൻ ബി 10 hours, ഓപ്ഷൻ സി 30 minutes, ഓപ്ഷൻ ഡി 1 hour. Final setting time of cement should not be more than 10 hours, and initial setting time should not be more than 30 minutes. Initial setting time. Final should not be more than 10 hours. Question number 42. Standard rail gauge is option A 1000 mm, option B 1435 mm, option C 1524 mm, ഓപ്ഷൻ ഡി 1676 mm. ഇവിടെ സ്റ്റാൻഡേർഡ് ഗേജ് എന്ന് നമ്മൾ ഈ മെട്രോയിലൊക്കെ യൂസ് ചെയ്യുന്ന ഗേജിനെയാണ് വിളിക്കാറ്. അത് 1.435 മീറ്ററാണ് നമ്മൾ പറയാറ്. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1676 mm ആണ്. അത് ശരിക്കും ബ്രോഡ് ഗേജിൻ്റെ ലെങ്ത് ആണ്. അതാണ് കോമൺലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും കറക്റ്റ് ഓപ്ഷൻ അത് വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദ ഓൺലി ടൈപ്പ് ഓഫ് സ്ലീപ്പർ ടു ബി പ്രൊവൈഡഡ് ഓവർ റെയിൽ ബ്രിഡ്ജ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. കോണിംഗ് ഓഫ് വീൽസ് ഈസ് പ്രൊവൈഡഡ് ടു. ഓപ്ഷൻ എ ടു സേവ് മെറ്റീരിയൽ ഓഫ് വീൽസ്, ഓപ്ഷൻ ബി ടു സ്യൂട്ട് സൂപ്പർ എലിവേഷൻ, ഓപ്ഷൻ സി ടു ഗിവ് ഡൈനാമിക് സ്റ്റെബിലിറ്റി, ഓപ്ഷൻ ഡി ടു പ്രിവെൻറ്റ് ലാറ്ററൽ സ്ലിപ്പ്. കോണിംഗ് ഓഫ് വീൽസ് ഈസ് പ്രൊവൈഡഡ്. ഇവിടെ ഓപ്ഷൻ PSC പ്രൊവൈഡ് ചെയ്ത ഓപ്ഷൻ ടു പ്രിവെൻറ്റ് ലാറ്ററൽ സ്ലിപ്പാണ്. ഇവിടെ ഡൈനാമിക് സ്റ്റെബിലിറ്റി ആണ് ശരിക്കും കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ദ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്ട്രക്ചറൽ സ്റ്റീൽ വർക്ക് ഈസ്. ഓപ്ഷൻ എ റെഡ് ലെഡ്, ഓപ്ഷൻ ബി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ സി വൈറ്റ് ലെഡ്, ഓപ്ഷൻ ഡി അയൺ ഓക്സൈഡ്. സ്ട്രക്ചറൽ സ്റ്റീൽ വർക്കിന് പറ്റിയ ബെസ്റ്റ് പ്രൈമർ എന്ന് പറയുന്നത് റെഡ് ലെഡ് ആണ്. അത് കൊറോഷൻ റെസിസ്റ്റൻസ് എല്ലാം കൂടുതലുള്ള പ്രൈമറാണ് റെഡ് ലെഡ്. ഈ വൈറ്റ് ലെഡ് ആണ് കോമൺലി യൂസ് ചെയ്യാറ്, പക്ഷെ അത് കൊറോഷൻ റെസിസ്റ്റൻ്റ് അല്ല, ലെസ് കൊറോഷൻ റെസിസ്റ്റൻ്റ്. അപ്പോൾ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളതും അതിന് ഇൻ പെർട്ടിക്കുലർ ബെസ്റ്റ് പ്രൈമർ യൂസ്ഡ് ഫോർ സ്റ്റീൽ വർക്കും റെഡ് ലെഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 46. റോളിംഗ് ഓഫ് റോഡ് ഷുഡ് ബി. ഓപ്ഷൻ എ ഫ്രം സെൻറ്റർ ടു എഡ്ജ്, ഓപ്ഷൻ ബി ഫ്രം വൺ എഡ്ജ് ടു അനദർ, ഓപ്ഷൻ സി from edge to center with an overlap of minimum 30 cm, ഓപ്ഷൻ ഡി ഫ്രം എഡ്ജ് ടു സെൻറ്റർ. കറക്റ്റ് ഓപ്ഷൻ ഇസ് റോളിംഗ് ഓഫ് റോഡ് ചെയ്യേണ്ടത് ഫ്രം എഡ്ജ് ടു സെൻറ്റർ വിത്ത് ആൻ ഓവർലാപ്പ് ഓഫ് മിനിമം 30 cm. ക്വസ്റ്റ്യൻ നമ്പർ 47. ദ ഹൈറ്റ് ഓഫ് ദ കോൺ ഇൻ സ്ലംബ് ടെസ്റ്റ് ഈസ്. ഓപ്ഷൻ എ 20 cm, ഓപ്ഷൻ ബി 30 cm, ഓപ്ഷൻ സി 45 cm, ഓപ്ഷൻ ഡി 60 cm. Height of slump cone is 30 cm. Question number 48. The brick arranged projecting in alternate courses for the purpose of bonding future work is called. Option A lacing, option B rotting, option C stooling, option D toothing. എന്നുവെച്ചാൽ ബ്രിക്ക് വർക്ക് നമ്മൾ ഒരു ദിവസത്തെ പണി കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ആക്കി വെക്കും. അതിനെയാണ് നമ്മൾ ടൂത്തിങ് എന്ന് വിളിക്കുന്നത്. The brick arranged projecting in alternate courses for the purpose of bonding future work is called toothing. Question number 49. The estimating for plastering usually no deduction is made for. Option A ends of beam, option B small opening, option C ends of rafters, option D all of the above. Ends of the beamilum ends of the raftersലും small openingsനും റിഡക്ഷൻ നമ്മൾ കൊടുക്കാറില്ല, ഡിഡക്ഷൻ ചെയ്യാറില്ല ഇൻ കേസ് ഓഫ് പ്ലാസ്റ്ററിങ്. സോ ഓൾ ഓഫ് ദി എബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇൻ എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ദ പ്രൊവിഷൻ ഫോർ കണ്ടിജൻസീസ് ഈസ് യൂഷ്വലി 1%, 3 to 5%, 10%, 12 to 15%. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ 5% പ്രൊവിഷൻ ഉള്ളൂ. സോ 3 to 5 is the correct answer. Question number 51. In preparing cement concrete by volume, the size of the wooden box used to measure aggregate is.
Option A 35, 25, 40 centimeter. Option B 35 by 30 by 40 centimeter. Option C 40 by 25 by 30 centimeter. Option D 30 by 30 by 30 centimeter. Correct option is 35 by 25 by 40 centimeter. In preparing cement concrete by volume, the size of the wooden box is 35, 25, 40. Question number 52. The standard width of asbestos cement corrugated sheet is option A 1.25 meter, option B 1.05 meter, option C 1 meter, option D 0.9 meter. 5% ആണ് എക്സ്ട്രാ ഉണ്ടാവുക. അതായത് ഓപ്ഷൻ ബി 1.05 meters is the correct answer. Question number 53. The work costing less than rupees 20,000 is termed as minor work, casual work, petty work, major work. It is petty work. 20,000-നേക്കാട്ടും ലെസ് ആണെങ്കിൽ we will call it as petty work. 20,000-ൻ്റെയും 1 lakh-ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ മൈനർ വർക്ക് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ലെസ് ദാൻ 1 lakh. പിന്നെ അത് മേജർ വർക്ക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 lakh ആകുമ്പോൾ മേജർ വർക്ക് എന്ന് വിളിക്കും. Question number 54. The most economical section for a column is option A square section, option B circular section, option C rectangular section, option D tubular section. Economical section tubular section ആണ്. Option D is the correct answer. Question number 55. In multi-storied government buildings, the floor height is usually restricted to option A 4.2 meter, option B 3.4 meter, option C 2.4 meter, option D 3 meter. In public buildings, multi-storied government buildings, floor height is limited to 3.4 meter. അതിലും മേലെ ഫ്ലോർ ഹൈറ്റ് അനുവദിക്കില്ല, റൂമിൻ്റെ ഹൈറ്റ്. Question number 56. The sum of thread and rise should be lie between option A 40 to 45 centimeter, option B 55 to 60 centimeter, option C 50 to 55 centimeter, option D 35 to 40 centimeter. It is 40 to 45 centimeter. Sum of thread plus rise should be in between 40 to 45 centimeter. Question number 57. When a chain is used at a temperature more than the temperature it was calibrated, when a chain is used at a temperature more than the temperature it was calibrated, the error is measured length will be option A observational, option B negative, option C cumulative, option D compensating. It is cumulative. ടെമ്പറേച്ചർ വ്യത്യാസം ഉള്ളിടത്തോളം കാലം അത് പിന്നെ ആഡ് ആയിക്കൊണ്ടിരിക്കും. So the answer is cumulative. Question number 58. Any arbitrary assumed level line from which vertical distance are measured is known as option A level line, option B horizontal line, option C vertical line, option D datum line. Any arbitrary assumed level line is datum line, from where we can make the vertical measurement, or which will serve as the reference point. Question number 59. Which of the following instrument is used for measurement of angles? Option A tellurometer, option B geodemeter, option C sextant, option D telescope. So the correct answer is sextant is the instrument used for the measurement of angles. tellurometer geodemeter എല്ലാം നമ്മൾ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. EDMs ആണ് tellurometer geodemeter അല്ല. Question number 60. 4 wires are made of same material. Which of these will have the largest extension when the same tension is applied? Option A length 50, diameter 0.5. Option B length 100, diameter 0.5. Option C length 200, diameter 2. Option D length 300, diameter 3. So it is the equation we have to use is elongation delta is equal to PL by A. Here it will be a large value because less than 1 കൊണ്ട് divide ചെയ്യുമ്പോൾ ഇത് large value.
So option A is correct answer. Question number 61. The pitot tube is a device used for flowing fluid for measuring A. Discharge, B. Velocity, C. Pressure, D. Kinetic energy. Pitot tube use ചെയ്യുന്നത് stream velocity directly കണ്ടുപിടിക്കും. Pitot tube is used for velocity measurement flowing fluid. Discharge കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് orifice meter, venturi meter ഒക്കെയാണ്. Question number 62. A man sitting in a boat. Question number 62. A man sitting in a boat which is flowing in a pond. If the man drinks some water from the pond, the level of water in the pond will sink little, rise little, remain stationary. None of remain stationary. Question number 63. Type of bond in brick masonry in which cores consist of alternate headers and structure is called. Option A, English bond. Option B, Flemish bond. Option C, structure bond. Option D, header bond. Each course consists of alternate headers and structure. Then it is a Flemish bond. In alternate courses, header and structure and English bond. Bond is the strongest bond. Question number 64. The extension of wall above the roof level is called retaining wall, dummy wall, breast wall, parapet wall. Above the roof level it is ടെറസിൻ്റെ മേലെയാണെങ്കിൽ പാരപ്പറ്റ് വാൾ വിളിക്കും. ഇത് രണ്ടും സോയിലിനെ റീറ്റെയിൻ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റീറ്റെയിൻ വാളും നാച്ചുറൽ സോയിൽ സ്ലോപ്പിനെ റീറ്റെയിൻ ചെയ്യാൻ ബ്രസ്റ്റ് വാളുമാണ് യൂസ് ചെയ്യുന്നത്. Question number 65. In a single day, the maximum height of masonry to be raised should not be more than 0.5 meter, 1 meter, 1.5 meter, 2 meter. 1.5 meter ഹൈറ്റിനേക്കാൾ മുകളിൽ കെട്ടാൻ വേണ്ടി പാടില്ല. ചുമര് കിട്ടാറില്ല അല്ലേ. 1.5 meter maximum height of masonry in a single day. Question number 66. The horizontal member of a frame employed to subdivided a window opening horizontally is called sill, mullion, transom, cone. Horizontal member of the frame is called transom. Question number 67. The term pitch in connection with pitched roof is defined as the apex line of the sloping roof. Option B, inclination of the sides of the horizontal plane of the roof. Option C, horizontal distance between internal faces of the walls. And D, valley line of the pitched roof. It is the inclination, angle ആണ് അത് പറയുന്നത്. Inclination of the sides, the horizontal plane of the roof is the pitched roof, pitch in pitched roof. Question number 68. A solid construction put across the river to rise its water level and divert the water into the canal is known as. Option A, weir. Option B, marginal bund. Option C, barrage. Option D, dam. Put across the river to rise the water level and divert the water into the canal is weir. Weir construct ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഫ്ലോ ഉണ്ടായിരുന്നു. weir construct ചെയ്ത് വാട്ടർ ബ്ലോക്ക് ചെയ്യും. അതിൽ അപ്പം വെയറിൻ്റെ മേലെ വരുന്ന വാട്ടർ, സർപ്ലസ് വാട്ടർ ഇതിൻ്റെ മേലെ കൂടെ ഒഴുകിപ്പോവും. ബാക്കിയുള്ള വാട്ടർ നമുക്ക് ഇവിടെ വെള്ളം പിടിച്ചു വെച്ചിട്ട് കനാലിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബാരേജ് ഈസ് ഓൾസോ ടൈപ്പ് ഓഫ് വെയർ. ഗേറ്റഡ് വെയറിനെയാണ് നമ്മൾ ബാരേജ് എന്ന് പറയുക. ക്വസ്റ്റിൻ്റെ കറക്റ്റ് സ്യൂട്ടബിൾ ആൻസർ ആയിട്ട് വരുന്നത് വെയറാണ്. ഡാം നമ്മൾ റിസർവോയർ എന്ന് വെച്ചാൽ വെള്ളം തീരെ പോവാതെ പിടിച്ചു വെക്കാനാണ്, ഇത് റിസർവ് ചെയ്ത് വെക്കാനാണ് ഡാം യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 69. ഡാമൊന്നും നമ്മൾ കനാലിലേക്ക് വെള്ളം എടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 69. In leveling, height of instrument is option reduced level of benchmark plus backside. Height of instrument എന്താണ് ചോദിച്ചത്? Option B, reduced level of benchmark plus foresight. Option C, reduced level of benchmark plus intermediate side. Backside plus foresight. It is backside plus reduced level of benchmark. Question number 70. During leveling, if backside is more than foresight, then level ചെയ്യുമ്പോൾ backside ആണ് ഫോർസൈറ്റിനെക്കാട്ടും കൂടുതലായിട്ട് കിട്ടിയത്. ഇവിടെ നമ്മൾ
ഇപ്പോഴല്ലേ നമുക്ക് ബാക്ക് സൈഡ് കിട്ടും അല്ലേ? അപ്പം എന്താ, forward staff point is lower than the backward staff point. Backward staff point is lower than the forward staff point. Difference in level cannot be measured. None of four. Correct answer is option B. Backward lower ആകുമ്പോഴാണ് കൂടുതൽ മെഷർമെന്റ് നമുക്ക് കിട്ടുക. Question number 71. A couple produces translator motion. Option B, rotational motion. Option C, combined translator and rotation. None of the above. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റൊട്ടേഷണൽ മോഷൻ മാത്രമേ കപ്പിൾ പ്രൊഡ്യൂസ് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുക മാത്രമേ ഉണ്ടാവുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 72. എ ബീം എൻകാസ്റ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓപ്ഷൻ ബി ഫിക്സഡ് ബീം, ഓപ്ഷൻ സി കണ്ടിന്യൂസ് ബീം, ഓപ്ഷൻ ഡി കാന്റിലിവർ ബീം. ഫിക്സഡ് ബീമാണ് രണ്ട് സൈഡിലും റിജിഡ്ലി കാസ്റ്റ് ചെയ്ത് വെക്കുന്നത്. Question number 73. The slenderness ratio is the ratio of lambda is option A, area of the column to least radius of gyration. Option B, length of column to least lateral radius of gyration. Option C, least radius of gyration to length of column. Option D, least radius of gyration to length of column. Lambda is L by R ratio. L by R. So length of column to least radius of gyration. Option B is the correct answer. Question number 74. A reinforced cement concrete beam is considered to be made of homogeneous material, heterogeneous material, composite material, isotropic material. Heterogeneous material ആണ്, കാരണം അവിടെ സ്റ്റീലും ഉണ്ട് കോൺക്രീറ്റ്. ഈ ഓപ്ഷൻ അല്ല, ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തു. Question number 75. Factor of safety is defined as the ratio of option A, ultimate stress to working stress. Option B, working stress to ultimate stress. Option C, breaking stress. Option D, ultimate stress to breaking stress. Factor of safety എന്ന് പറഞ്ഞാൽ ultimate stress to working stress ആണ് factor of safety. Question number 76. The mercury does not wet the glass. This is due to the property of the liquid known as option A, adhesion. Option A, cohesion. Option B, adhesion. Option C, viscosity. Option D, surface tension. സർഫസ് ടെൻഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ആ സർഫസ് ടെൻഷൻ ഉണ്ടാവാനുള്ള കാരണം കോഹഷൻ ആണ്. സെയിം മോളിക്യൂൾസ് തമ്മിൽ നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. കോഹഷനും ഉണ്ട്, അഡ്ഹഷനും ഉണ്ട്. സെയിം മോളിക്യൂൾസ് നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നു. പിന്നെ അത് അപ്പം ഇതും ഈ കോഹഷൻ അഡ്ഹഷൻ കുറവാണ്, കോഹഷൻ കൂടുതലാണ്. അപ്പം സർഫസ് ടെൻഷൻ ആണ്. Question number 77. The pressure at a point 4 meter below the free surface of water is A. Option A, 19.24 kilopascal. B, 29.24 kilopascal. Option C, 39.24 kilopascal. Option D, 49.24 kilopascal. Pressure is equal to H rho G. H the 4, rho is 1 for water, 1000 cube, and D is 10. So it is 40. So near to 40, answer is 0.8 correct. So option C correct answer. Question number 78. A wire generally used as spillway of dam is narrow crested wire, broad crested wire, oogie crested wire, submerged wire. Oogie crested wire ആണ് നമ്മൾ commonly spill യൂസ് ചെയ്യാറ്. It's an oogie crested wire. Question number 79. The magnetic bearing of a line is 55 degree 30 minutes and the magnetic declination is 4 degree. Magnetic declination is 4 degree 30 minutes. 4 degree 30 minutes minus from 51 degree. Correct answer. Question number 18. Irrigation canals are generally aligned along contour line, watershed. Contour line ആണെങ്കിലും കുഴപ്പമില്ല. Apt answer contour line ആണ് വരിക. Thank you. If found useful, subscribe our channel.